ഇന്നലെ അത് ഇൻഫർമേഷൻ വന്നപ്പോഴത്തേക്ക് അത് BJP ഒരു കോർ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടാവും, പിന്നെ NDA ഒപ്പം അതിൻ്റെ ചർച്ച ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത്. ഒരു 6 മാസം മാത്രമേ ബൈ ഇലക്ഷൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. NDA കാൻഡിഡേറ്റ് ആയിരുന്നു ഇതിന് മുമ്പ് ഇലക്ഷനിൽ. ഇന്ന് ഒരു 12 മണിക്ക് കോർ മീറ്റ് ചെയ്തത്. അതിൽ എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കും. അല്ല തീരുമാനിക്കണം. ഡിസ്കഷൻ ഞാൻ പറഞ്ഞ പോലെ ഇത് 6 മാസമല്ലല്ലോ ഈ ബൈ ഇലക്ഷൻ്റെ ഒരു ടേം. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതാണ് ഞങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ. പക്ഷേ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. NDA ഒപ്പം ആണല്ലോ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ നടക്കുന്നത്. അത് നടക്കും. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അല്ല, മൊത്തം കേരളത്തിൽ സ്ഥിതി അത് നിലമ്പൂരിലുണ്ടല്ലോ. അവിടെയും വികസനം നടന്നിട്ടില്ല. വികസിത കേരളം എന്ന് പറഞ്ഞ് ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ ഒരു ലക്ഷ്യം, ഒരു ദൗത്യം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് കാണുന്നുണ്ട്. ജനങ്ങൾക്കും വേണം ഒരു മാറ്റം. ഞങ്ങൾ പറഞ്ഞ മാറ്റമല്ലേ ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മാറിയിട്ടുണ്ട്, മാറണം എന്നെല്ലാം പറഞ്ഞത്. മാറ്റം ജനങ്ങൾക്ക് വേണം, വികസനം വേണം. ഇത് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്, രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല. നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് BJPയുടെ ഒരു കാഴ്ചപ്പാടിന് ലക്ഷ്യം. ഈ അൻവർ എന്ന് പറഞ്ഞിട്ട് BJP CPMന്റെ ഒപ്പം 2 തവണ ഈ നിയമസഭയിലെത്തിയ ഒരാൾ, അയാൾ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞ് പുറത്തു പോകുന്നു. അത്ര ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യം കൂടി നിലമ്പൂർ നിലനിൽക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ഒരു ബൈ ഇലക്ഷൻ 6 മാസമേ ഉള്ളൂ. ഈ ബൈ ഇലക്ഷൻ്റെ ടേം അത് ആരാണ് ഇതിൻ്റെ ഈ ബൈ ഇലക്ഷൻ്റെ കാരണം എന്താണ് എല്ലാം മനസ്സിലാക്കണം. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ എന്താണ് സ്ട്രാറ്റജി, ഞങ്ങൾ ഇന്ന് കോർ കമ്മിറ്റി മീറ്റ് ചെയ്യും, NDA ഒപ്പം ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് തീരുമാനിക്കും. കോൺഗ്രസ്സിൽ നടന്നതും CPM നടക്കുന്നതും അതിൽ ഞങ്ങൾക്ക് ഗുണം ഒന്നും ചെയ്യുന്ന ഞാൻ അങ്ങനെ കാണുന്നില്ല. ജനങ്ങളുടെ ആഗ്രഹം, ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങൾക്ക് വേണ്ടത് ഈ കഴിഞ്ഞൊരു 60 കൊല്ലമായിട്ടൊരു പഴയ രാഷ്ട്രീയം, ഈ വിമർശവും വിഷവും നുണയും വാക്ക് പാലിക്കാത്ത വാഗ്ദാനം കൊടുക്കുന്ന 2 പാർട്ടിയും അവർ